बच्चों नमस्कार। आज की हिंदी कक्षा शुरू करें। हाँ, पिछले कक्षा में आपने क्या पढ़ा था याद है? हमने एक कविता पढ़ी थी, है ना? किसका कविता? राकेश जोशी का बच्चे काम पर जाते हैं। तो यही कविता में कौन सा विषय बताता था, याद है किसी को? हाँ, बाल श्रम के बारे में। बाल श्रम माने क्या है? ബാലവേല അല്ലേ? ബാലവേല നിയമപരമായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പല സ്ഥലത്തും കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ബാലവേല ചെയ്യേണ്ടി വരും. लेखक उस कविता से ये बताता है कि गरीबी बाल श्रम का एक मुख्य विषय बन चुका है. बच्चों देखो ये चित्र देखें. हाँ, किसका चित्र है बताओ? मालूम है किसका चित्र है? हाँ, नीति देवता का चित्र. नीति देवता के हाथ में क्या है? जरा देख के बताइए. बताओ, मालूम है क्या है? हाँ, तराजू. തരാസു മാനെ क्या है? ത്രാസ് അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? നീതിദേവതയുടെ പ്രതിമ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നീതിദേവതയുടെ കയ്യിൽ ഒരു ത്രാസ് ഉണ്ട്. इससे आप क्या समझते हैं? അത് എന്തിനാണ് നീതിദേവതയുടെ കയ്യിൽ ഒരു ത്രാസ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? എന്താണ്? यही सूचना देता है कि नीति के सामने, नीति के आगे किसी का भेदभाव नहीं, सभी को एक समान नीति देना है. गरीब हो या अमीर, बूढ़ा हो या युवा, बच्चा हो, सभी को एक समान नीति देना है. यही इसलिए है नीति देवता के हाथ में ये तराजू. लेकिन आज दुनिया में क्या चल रहा है? എന്താ പറഞ്ഞേ? നമ്മളെ നീതി ദേവതയുടെ കയ്യിലെ ത്രാസ് അല്ലെങ്കിൽ നീതി ദേവതയുടെ മുന്നിൽ എല്ലാവർക്കും നീതി ദേവത ഒരേപോലെയാണ് നീതി കൊടുക്കുന്നത് അല്ലേ? പക്ഷെ ഇന്ന് ലോകത്ത് അങ്ങനെയാണോ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒരേപോലെ നീതി ലഭിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. പല സ്ഥലങ്ങളിലും നമ്മൾ നീതി നിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് അവരുടെ ബാല്യം നഷ്ടപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച കവിതയിൽ അതാ, ദാരിദ്ര്യം കൊണ്ടും വീട്ടിലെ അവസ്ഥ കൊണ്ടും അവൻ്റെ ചുറ്റുപാടുകൾ കൊണ്ടും ഒക്കെ അവൻ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടയും കളിക്കേണ്ടയും ഒക്കെ സമയത്തിലെ ബാലവേലയ്ക്ക് പോകേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലം നഷ്ടപ്പെടുന്നു, അവൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു. അങ്ങനെ പല രീതിയിലുള്ള അവകാശങ്ങളും എന്ത് ചെയ്യാണ്? നിഷേധിക്കപ്പെടുകയാണ്. സബ്കെ ഘർ മേ ഏക് സമാൻ സബ്കോ നീതി മിൽത്താ ഹൈ. എല്ലാവർക്കും ഒരേപോലെയാണ് എല്ലായിടത്തും നീതി കിട്ടുന്നത് അല്ലല്ലേ? देखो बच्चों, आपके घर में कौन कौन है? घर में तुम्हारे कौन कौन है? हाँ बताओ, कौन कौन है? माँ है, बाप है, भाई है, बहन है, सभी है ना? तो घर में अपने अपने घर में घर का काम कौन करता है? बर्तन मांजना, कपड़े धोना, घर की सफाई करना, ये सब कौन करती है? हाँ, अक्सर हमारी माँ അല്ല, है ना? നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാവുന്നതാണല്ലേ, മിക്കവാറും ഉള്ള എല്ലാവരുടെ വീട്ടിലും വീട് വൃത്തിയാക്കുന്നതും പാത്രം കഴുകുന്നതും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന എന്താണ്? അമ്മമാരാണല്ലേ. ഈ हमारे पुरुष लोग समझते हैं कि ये सब स्त्री का काम है. വീട്ടിലുള്ള ആളുകളൊക്കെ ആണുങ്ങളൊക്കെ എന്താ വിചാരിക്കുക? ഇതൊക്കെ സ്ത്രീകളുടെ ജോലിയാണ്. വീട് വൃത്തിയാക്കേണ്ടതും കുട്ടികളെ നോക്കേണ്ടതും പാചകം ചെയ്യേണ്ടതും ഒക്കെ സ്ത്രീകളുടെ ജോലിയാണ്. किसी किसी घर में आदमी लोग उनकी मदद करते हैं, लेकिन अक्सर घरों में स्त्रियों को ये सारी काम करना पड़ता है. മിക്കവാറുള്ള വീട്ടിലെല്ലാം ആർക്കാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്? സ്ത്രീകൾക്കാണ്. हमारे यहाँ पे लड़का और लड़की में कोई अंतर नहीं है ना? हमारे घर में നിങ്ങളുടെ വീട്ടിലുണ്ടോ ചേട്ടനും അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന വേർതിരിവ്? ചിലയിടത്തൊക്കെ ഉണ്ടല്ലേ. बच्चों के बीच में അല്ലെങ്കിൽ बालिका या बालक के बीच में एक अलगपन, ഒരു വേർതിരിവുണ്ട്. हमारे यहाँ अधिक नहीं, लेकिन उत्तर भारत में बहुत अधिक दिखाई देते हैं. उत्तर भारत के लोगों में लड़की है इसलिए लड़की है तो वो पराई है. എന്താണ്? പെൺകുട്ടികൾക്ക് അവർ കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കില്ല, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം, വീട്ടിൽ തന്നെയായാലും നല്ല ഭക്ഷണമെല്ലാം ആൺകുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പെൺകുട്ടികൾക്ക് ഉത്തർ ഭാരതിലേക്ക് അലഗ്പൻ, ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തല എല്ലാ കാര്യത്തിലും അല്ലേ? നമ്മൾ അത്രയും ഇത് നമ്മുടെ നാട്ടിലൊന്നും അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾ ഒരുപാട് അനുഭവിക്കുന്ന കാര്യമാണ് ഒരു വേർതിരിവ്, സ്വന്തം വീട്ടിൽ തന്നെ വേർതിരിവ്. അപ്പോൾ അങ്ങനെയുള്ള
एक लड़की की कहानी। उस तरह अपने घर में भी पराया रखने का एक लड़की की कहानी आज हम पढ़ने वाले। उस कहानी का नाम है गुडली तो पराई है। हमारे आज पढ़ने वाले कहानी का नाम क्या है? हाँ, गुडली तो पराई है। इसका किसका लेखक है? इस कहानी को किसने लिखा? देखा आपने? कौन लिखा? कनक शशि। कनक शशि तो हिंदी के एक प्रसिद्ध लेखिका है, प्रसिद्ध कहानीकार। वे तो अक्सर बच्चों के लिए कहानियां लिखती है। बच्चों के लिए बहुत सारे कहानियां लिखने वाली एक मशहूर कहानीकार है कनक शशि। और उसका एक छोटी सी कहानी आज का पढ़ेंगे। देखें इस कहानी में क्या बताते हैं। गुडली तो पराई है। कनक शशि। यूं तो बड़ी बुआ गुडली को अच्छी लगती है, पर उनसे बात करना उसे कुछ खास पसंद नहीं। वैसे बातें अगर खाने की या उसके बचपन की हो तो ठीक है, पर नसीहतें, उफ, ऐसा मत करो। गुडली तो पराई है। कनक शशि। यूं तो बड़ी बुआ गुडली को अच्छी लगती है, पर उनसे बात करना उसे कुछ खास पसंद नहीं। वैसे बातें अगर खाने की या उनके बचपन ही हो तो ठीक है, पर नसीहतें, उफ, ऐसा मत करो, ऐसे पटपट मत बोलो, ऐसे दम दम मत चलो। एक दिन गलती से उसने पूछ ही लिया। क्यों? तो बस शुरू हो गई। अरे छोरी, लोग नाम तो तेरी माँ को ही रखेंगे, कहेंगे कुछ सिखाया ही नहीं, ऐसे ही करेगी क्या अपने घर जाकर? तो हमारी कहानी शुरू करें। हमारी कहानी का नाम क्या था? हाँ, गुडली तो पराई है। हमारी कहानी का नायिका है गुडली, 14 साल की एक छोटी सी लड़की। वह तो एक सामर्थ्य लड़की है, बहुत कुशल है, लेकिन अपने घर में उसे क्या क्या सहना पड़ता है, कैसा रहना पड़ता है, ये सारी बातें इस कहानी में बताती। गुडली कहती है उसे तो बेटी बुआ पसंद है। बेटी बुआ कौन है? വലിയ അമ്മായി. बुआ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മായി എന്നാ. बेटी बुआ എന്ന് പറഞ്ഞാൽ വലിയ അമ്മായി. उसे बहुत पसंद है, लेकिन उनसे बातें करना वो बिल्कुल पसंद है. അമ്മായിയൊക്കെ വലിയ ഇഷ്ടമാണ് ഗുഡ്ലിക്ക്. പക്ഷെ എന്താ പറഞ്ഞേ, അമ്മായിയോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. बातें करें तो देखिए किसके बारे में बात करें तो उसके बचपन के बारे में या खाने पीने के बारे में बात करें तो वो सब देखिए. ഗുഡ്ലി പറയാ എനിക്ക് അമ്മായിയോട് ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്താ ഇഷ്ടമില്ലാത്ത, ഉസേ ബാത്തേം കർനാ ബിൽക്കുൽ പസന്ദ്. എനിക്ക് അവരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ എന്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്? इसके बचपन के बारे में या खाने पीने के बारे में. കുട്ടിക്കാലത്തെ കുറിച്ച് പറയുകയോ ആഹാരത്തെ കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്യുന്ന വലിയ ഇഷ്ടമാണ്. पर उसकी नसीहतें, എന്താ ഇഷ്ടമില്ലാത്ത കാര്യം? സൗണ്ട് അത് ഓഫ് ചെയ്യും. അതിന്റെ സൗണ്ട് കുറച്ച് അത് ഓഫ് ചെയ്യുന്നത്. മോളെ, മക്കളേക്ക് വാ. പെൺപിള്ളേര് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, മോൾക്കറിയാൻ പാടില്ലേ? അതുപോലെ പെൺകുട്ടികൾക്ക് കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ വേണം. നീ വലിയ കുട്ടിയായില്ലേ മോളെ? നീ എവിടെ പോയാലും നിന്റെ ആങ്ങളെയും കൂട്ടി വേണം പോവാൻ. ബസ്സിലും ഓട്ടോയിലൊന്നും ഒറ്റയ്ക്ക് കയറില്ലേ. വാട്സാപ്പും മൊബൈലും ഒന്നും മോൾ ഉപയോഗിക്കരുത് കേട്ടോ. എല്ലാം മുത്തശ്ശിയോടോ അമ്മയോടോ ചോദിച്ചേ ചെയ്യാവൂ. പെൺപിള്ളേരായാലേ കുറച്ച് അടക്കത്തിലും ഒതുക്കത്തിലും വേണം വളരാൻ. നസീഹത്ത്. എന്താ നസീഹത്ത് എന്ന് പറഞ്ഞാൽ? നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്താ? ഉപദേശിക്കുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്. ടീച്ചേഴ്സൊക്കെ വന്ന് പഠിപ്പിച്ചോട്ടെ, പക്ഷേ പഠിപ്പിച്ചിട്ട് നമ്മളെ കുറേ ഉപദേശിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, പഠിക്കണം, മറ്റുള്ളവരെ കളിയാക്കരുത്, അങ്ങനെ കുറേ ഉപദേശം തരും അല്ലേ? നമുക്ക് ഈ ഉപദേശങ്ങളൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ തരും. ആ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഐസ ധം ധം ജൽദി ചലനാ നഹി, ഛട്പട്ട് ബാത്തേം കർനാ നഹി. നമ്മൾ ഈ ക്ലാസ്സിലെ പെൺകുട്ടികളില്ലേ,
15 വയസ്സായ പെൺകുട്ടികളാണ്. നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് എന്ത് പറയും? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? വീട്ടിലിരുന്ന് ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല അല്ലേ? നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് തരും. ഉറക്കെ സംസാരിക്കരുത്. പിന്നെന്താ, അമ്മമാരൊക്കെ ചോദിക്കാം, ഈ പെണ്ണെന്താ ചാടിത്തുള്ളിയാണോ നടക്കുന്നേ? അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. പെൺകുട്ടികളായാൽ എന്താ പറയുന്നേ? അടങ്ങി ഒതുങ്ങിയൊക്കെ നടക്കണം. അതാണ് ഈ ആർക്കും ഇഷ്ടമല്ല. നിങ്ങളെപ്പോലെ 14 വയസ്സുള്ള പെൺകുട്ടിയാ കൂട്ടിലേ. അപ്പൊ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ലല്ലോ. നമ്മളോട് പറയണം ഉറക്കെ സംസാരിക്കാൻ പാടില്ല, പിന്നെന്താ സന്ധ്യയാകുമ്പോൾ മുറ്റത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ റെസ്ട്രിക്ഷൻ തരും അല്ലേ? ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല. അതുപോലെയാണ് ഗുഡ്ലിക്കും ഈ അമ്മായി ഇങ്ങനെ പറയുന്ന ഉപദേശമൊന്നും അവർക്കും ഇഷ്ടമല്ലായിരുന്നു. ഏക് ദിൻ ഉസ്നെ ഐസാ പൂച്ചയ്ക്കോ, അവസാനം സാഹി കേട്ട് നിങ്ങൾ ചോദിക്കൂലേ അമ്മ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ അങ്ങനെ ചെയ്താ? ഞാൻ ഉറക്കെ സംസാരിച്ചാൽ എന്താ? എൻ്റെ വീടല്ലേ, എനിക്ക് ഉറക്കെ സംസാരിച്ചൂടെ? അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് നടന്നുകൂടെ? ഞാൻ എൻ്റെ വീട്ടിലല്ലേ ചാടിത്തുള്ളി നടക്കണം? ഇതെല്ലാം നമ്മൾ അമ്മമാരോട് ചോദിക്കുന്നതാണ്. അതുപോലെ ഗുഡ്ഡി തിരിച്ചു ചോദിച്ചു, ക്യോ എന്താ ചെയ്യാൻ പറ്റാത്തേ? തോ ബുവാജിനെ ക്യാ കഹ? ബുവാജി അപ്പം പറഞ്ഞെന്താ? നാം തോ തെരി മാം കോ രഖേഗി, ലോഗ് കഹേംഗെ ഐസെ സിഖായേ ഗയേ ഹെ. എന്താ പറഞ്ഞ മറുപടി ബുവ പറയുന്നേ? ആളുകളൊക്കെ നിന്റെ അമ്മയുടെ പേരാ പറയുന്നത്, അല്ലെങ്കിൽ നിന്റെ അമ്മയാ പറയുന്നത്. നേരെ ചൊവ്വം നോക്കി വളർത്തിയില്ല, ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ച് വച്ചേക്കുന്നത്? ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഡെയിലി കേൾക്കുന്നതാ. അമ്മൂമ്മമാരോ അല്ലെങ്കിൽ വലിയ അമ്മായിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ പറയല്ലേ, നീ ഇങ്ങനെ അടക്കം ഒതുക്കവും ഇല്ലാതെ നടന്ന എല്ലാവരും നിന്റെ അമ്മയാ പറയുന്നത്, നിന്നെ ഇങ്ങനെ വളർത്തി വച്ചേക്കുന്നു അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യും? എല്ലാവരും നിന്റെ അമ്മയെ കുറ്റം പറയൂ എന്നാണ് എന്ത് പറഞ്ഞ? ബഡി ബുआ गुल्ली से कहा। तो हम क्या बताते हैं? गुल्ली को बड़ी बुआ पसंद है लेकिन उनसे बातें करना पसंद नहीं। उनसे बातें करना माने उनकी नसीहतें पसंद नहीं। ऐसा करना नहीं, ऐसा मत करो, ऐसा मत करो, वैसे नसीहतें करना मुझे बहुत पसंद नहीं। तो उसके लिए गुल्ली से बुआ क्या कहते हैं? तुम ऐसा करोगे तो ये सारी लोग അല്ലെങ്കിൽ अन्य लोग तुम्हारी माँ को कहेगी, तो तुम्हें ऐसा सिखा रखी है। हम देखेंगे आगे गुल्ली क्या क्या बातें बताते हैं, जरा देखिए। बोली, अपना घर ये तो मेरा घर जहाँ मैं पैदा हुई। बुआ हंस के बोली, अरे बेवकूफ, एक घर तो पराया है, बाकी लड़कियों की तरह तू भी किसी और की अमानत है। ससुराल ही तेरा असली घर हो। जैसे देख, पैदा तो मैं भी इसी घर में हुई थी, पर अब तेरे बुआजी का घर ही मेरा घर है। कुछ समझी? गुल्ली से बुआजी क्या करते हैं? तो ऐसा मत करो, ऐसा मत करो, तो तुम्हारे माँ को सभी गाली देगा, लेकिन तुम्हारी माँ को वो नाम रखेगी। तुम ये सब अपने घर जाकर कर सकते हैं। എന്താ പറഞ്ഞേ? നിനക്ക് ഇതൊക്കെ നിന്റെ വീട്ടിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് നടക്കുന്നതും ഓർക്ക് സംസാരിക്കുന്നതും ഒക്കെ നിന്റെ വീട്ടിൽ പോയി ചെയ്യാം. അപ്പൊ ഗുള്ളി ചോദിക്കാം അപ്നാഘർ. അപ്പൊ അത് കേട്ടപ്പോ അവർക്ക് അതിശയമായി. എന്താ നമ്മളൊക്കെ അപ്നാഘർ എന്ന് പറഞ്ഞ എവിടെയാ? എന്റെ വീട്, സ്വന്തം വീടെന്ന് നമ്മൾ എവിടെയാ പറയുന്നത്? നമ്മൾ ജനിച്ച് വളർന്ന് വലുതായ വീടാണല്ലേ എൻ്റെ വീട്. നമ്മളെല്ലാവരും നിങ്ങളുടെ വീട് എവിടെയെന്ന് ചോദിക്കും, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാണ് നമ്മളെല്ലാം പറയുന്നത്. അപ്പൊ ഈ ബുവ ഉള്ളടുത്ത് പറഞ്ഞ എന്താ? നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അപ്നാ ഘർ ജാക്കർ കരോ. അങ്ങനെ കേട്ടപ്പോഴാണ് എന്താ പറഞ്ഞേ? നിന്റെ വീട്ടിൽ പോയി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഗുള്ളി ആകെ ടെൻഷനായി, കൺഫ്യൂഷനായി. അപ്നാ ഘർ, എൻ്റെ വീടോ? യഹി തോ മേരി ഘർ ഹേ. അപ്പൊ അവള് പറഞ്ഞെന്താ? ഇതാണ് എൻ്റെ വീട്. യഹി മേ പൈദാ ഹുയി ഹും, ഞാൻ ഇവിടെയല്ലേ ജനിച്ചത്, ഞാൻ ജനിച്ചു വളർന്ന ഈ വീടാണ് എൻ്റെ വീട്. വഹി മേരാ അപ്നാ ഘർ ഹേ, ഇതാണ് എൻ്റെ വീട്. तो बुआजी ने क्या कहा? അരേ ചോരി. ചോരി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇടി പെണ്ണെ എന്ന് വിളിക്കൂലേ, അതിനാണ് ചോരി എന്ന് പറഞ്ഞത്. ചോരി എന്ന് പറഞ്ഞാൽ പെണ്ണ എന്ന നമ്മൾ സാധാരണ ലോക്കലായിട്ട് പെണ്ണെ എന്ന് വിളിക്കും പോലെയാണ് അവിടെ ചോരി. അരേ ചോരി, തും തോ പൈദാ യഹി ഹുയി ഹോ, നീ ജനിച്ചത് ഇവിടെ തന്നെ ആയിരിക്കും. ലേക്കിൻ തും തോ പരായേ ഹേ, ദൂസരി ലഡ്കിയോं की तरह തും തോ പരായേ ഹേ, മറ്റുള്ള പെൺകുട്ടികളെ പോലെ നീയും എന്താണ്? പരായാഹേ. പരായ എന്ന് വെച്ചാൽ അന്യൻ്റേതാണ്, മറ്റുള്ളവരുടേതാണ്. പരായ എന്ന് പറഞ്ഞാൽ എന്താ? പരായ, മറ്റുള്ളവരുടേത്, അന്യൻ്റേതാണ്. ഓർ കിസി ഓർ കി അമാനത്ത് ഹേ,
किसी दूसरे लोगों की അമാനത്ത് ഹെ. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സമ്പാദ്യം. മറ്റുള്ളവരുടെ സമ്പാദ്യമാണ്. ലഡ്കി തോ പരായി ഹെ. അപ്പൊ അവർ പറയുന്നതാ तू तो सब अन्य दूसरे लड़कियों की तरह पराई है और दूसरों की अमानत है. देखो आगे क्या बताते हैं बुआ जी. देखो मैं भी यही पैदा हुई थी. അവര് പറയാ ബുവാജി ഗുഡ്ലിയോട് പറയാം, ഞാനും ഈ വീട്ടിലാണ് ജനിച്ചത്. ലേക്കിൻ അബ് മേരാ ഘർ തോ തുമാരി ഫുഫാജി കാ ഘർ ഹെ. ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞ എന്താണ്? തുമാരി ഫുഫാജി. ഫുഫാജി എന്ന് പറഞ്ഞാൽ എന്താരാ? അമ്മാവൻ. നിന്റെ അമ്മാവന്റെ വീടാണ് ഇപ്പോ എൻ്റെ വീട്. ഞാനും ജനിച്ചത് ഈ വീട്ടിലാ. പക്ഷെ എന്താണ്? ലടിക്കിയാം പരായി ഹേ. ദേഖേ ആകെ ക്യാ ഹോത്തെ ഹേ. गुडली ठुनक के बोली, मैं नहीं मानती और बाहर चली गई. पीछे से बुआ की आवाज सुनाई दी. 14 की हो गई पर अक्ल नहीं आई चोरी को. माँ बोली, बचपना है, दीदी समझ जाएगी. माँ को बुआ का साथ देता देख गुडली को गुस्से के साथ उदास भी हो गई और सीटियों पर बैठ गई. सोचती रही, क्या एक घर उसका नहीं? क्या उसके आम की केरियाँ वह कभी नहीं खा पाएगी? उसका कुत्ता नानूफी उसका नहीं? बगीचे में उसकी बनाई क्यारियाँ, मछलियों के लिए ताला, क्या वे साफी उनके नहीं? देखिए गुडली ठुनक के बोली. ठुनक ने बोलना क्या है? ठुनक से बोलना माने ചിണുങ്ങി പറയുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലേ, ഇത്രയും പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിന്റെ വീടല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരുമ്പോൾ ഉള്ള ഭാവം ചിണുങ്ങിക്കൊണ്ട് പറയാം. മേനഹി മാൻതി. അവൾ എന്താ പറഞ്ഞേ? ഞാൻ വിശ്വസിക്കൂല, അങ്ങനെയൊന്നുമല്ല, ഞാനത് കേൾക്കില്ല. മേനഹി മാൻതി തോ ഓർ വഹാസി ചലികെ. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ എന്ത് ചെയ്തു? അവിടെ നിന്ന് നടന്നു. तो बुआजी ने कहा, क्या कहा? 14 साल की हो गई, अब भी अक्ल नहीं आई ചോരി को. അപ്പൊ എന്താ ബുവ പറഞ്ഞേ? 14 വയസ്സായി പെണ്ണിന്, ഇതുവരെ എന്ത് വന്നിട്ടില്ല? അക്കൽ നഹി ആയി, ബുദ്ധി ഉറച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അക്കൽ മാനെ ബുദ്ധി, വിവേകം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അതാണ് അക്കൽ എന്ന് പറഞ്ഞത്. ആക്കിന്റെ അർത്ഥം എന്താണ്? ബുദ്ധി എന്നാണ്. 14 साल की हो गई, 14 വയസ്സായി. अब फिर बातें समझ में नहीं आती. ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാ പറഞ്ഞേ? അവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ 18 വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു വിടും. അപ്പോഴാണ് ബുവ പറയുന്നത് എന്താ? अब उसको 14 साल की हो गई, अब भी उसे कोई बात समझ में नहीं आती ചോരി को. ചോരി നേരത്തെ പറഞ്ഞതാ. क्या है? ലടുക്കി, പെണ്ണിന് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. तो उसकी माँ ने क्या कहा? बचपना है ना दीदी, बाद में समझ जाएगी. बचपना मैंने बच्चा है. ബച്പന കുട്ടിത്തമല്ലേ, അതങ്ങനെ വരില്ല, കുട്ടിയല്ലേ, ചെറുതല്ലേ എന്ന് പറയുന്നതാ. ബച്പന ഹെന ബാദ്മേ സമജ് പായേഗ. പോകെ പോകെ അല്ലെങ്കിൽ അവൾ വളരുന്തോറും അവൾക്ക് മനസ്സിലാവും. तो गुडली को ये सुना तो क्या कहा? മാഫി बुआ की साथ देती है. അവൾക്ക് എന്താ തോന്നിയത്? മാഫി ബുവാക്കി സാത്ത് ദേത്തി. നോക്കി, എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യാതെ എൻ്റെ അടുത്ത് എന്തൊക്കെയാ അമ്മായിയാണ് പറഞ്ഞത്? ഇത് 14 വയസ്സായി, എന്നിട്ട് പെണ്ണ് കാര്യമൊന്നും അറിഞ്ഞൂടെ, ഇത് നിന്റെ വീടല്ല, നീ വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ദേഷ്യം വന്നപ്പോഴാണ് ബുവ പറഞ്ഞത് എന്താ? 14 വയസ്സായിട്ടും കാര്യമൊന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. അപ്പോഴാ അമ്മ എന്ത് പറഞ്ഞു? ബച്പനാഹേ ബാദ്മേ സമജ് ജാവോഗി. അമ്മയെ എന്ത് ചെയ്തു? അവളെ സപ്പോർട്ട് ചെയ്യാതെ ബുവയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. वो वहां से चला गया और उदास होकर सीटियों पर बैठ गई. ഒക്കെ ആകെ സങ്കടം അല്ലേ? നമ്മളെ വീട്ടിലെ ആരെങ്കിലും ഒക്കെ വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അമ്മ വഴക്ക് പറയുമ്പോൾ മുത്തശ്ശിയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് അല്ലേ? അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഇവിടെ എന്താ ചെയ്തേ? ഗുഡ്ലിയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? അമ്മയും അമ്മായി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഉദാസ് ഹോഗയി. ഉദാസ് പറഞ്ഞാൽ വിഷമിക്കുക. ആകെ വിഷമിച്ചിട്ട് സീറ്റിയും പർ ജാക്കർ ബാക്കി. സീറ്റി എന്താ? ബാൽക്കണി, ആ പടിക്കെട്ടുകളുണ്ടല്ലോ, അതിനാണ് നമ്മൾ സീറ്റിയാന്ന് പറഞ്ഞത്. അവൾ പോയി ആ പടിക്കെട്ടിൽ പോയി ഇരുന്നു. അവർ സോച്ചനയിലേക്ക്. എന്നിട്ട് അവളിങ്ങനെ ആലോചിക്കുക, ക്യാ ഏക് ഘർ മേരാ നഹി. എന്താ?
ഈ വീട് എൻ്റെ അല്ലേ. ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ വിഷമിക്കുക. എന്താ പൂവ പറഞ്ഞ, ഈ വീട് നിന്റെ അല്ല, അപ്പൊ ഇത് മറ്റൊരാളിന്, അല്ലെങ്കിൽ നീ ദൂസരോങ്കി അമാനത്ത് ഹേ എന്നാ പറഞ്ഞു. और ये सारे चीज ये मेरे घर नहीं है और मैं आम की क्यारियां कभी नहीं खा सकती. എൻ്റെ ഈ മുറ്റത്തുള്ള അല്ലെങ്കിൽ എൻ്റെ ആ മാവിൻ്റെ തോട്ടത്തിലുള്ള മാങ്ങകളൊന്നും എനിക്കിനി കഴിക്കാൻ പറ്റില്ലേ. മേരി പ്യാരി കുത്ത ന്യൂനു ബോഫി മേരാ നഹി. എൻ്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി അവനും എൻ്റെ അല്ലേ. और ബഗീചെ में मैंने जो क्यारियां बनाई वो भी मेरी नहीं. എന്താ, ആ പൂന്തോട്ടത്തിനകത്ത് ചെടികൾ നടുന്ന ക്യാരി എന്ന് പറഞ്ഞാൽ എന്താ, തടം. നമ്മൾ തടം എടുത്തിട്ട് ഇങ്ങനെ ചെടികൾ നടുവല്ലേ. അപ്പൊ ആ തടങ്ങളൊന്നും എൻ്റെ അല്ലേ. और मछलियों को पालने के लिए जो तालाब बनाई वो भी मेरी नहीं. ഞാൻ മീനിനെയൊക്കെ വളർത്താൻ വേണ്ടി നല്ല കുളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലും എൻ്റെ അല്ലേ എന്ന് പറഞ്ഞാൽ അവൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് പറയുക. ഈ വീട്ടിലെ ഒന്നും എൻ്റെ അല്ലേ. മേരാ ഘർ നഹി. ആലോചിക്കുക, ഇത് എൻ്റെ വീടല്ലേ. എനിക്കപ്പോൾ ഇവിടുത്തെ തോട്ടത്തിലെ മാമ്പഴം ഒന്നും എനിക്ക് തിന്നാൻ പറ്റില്ലേ. പിന്നെ എൻ്റെ പട്ടിക്കുട്ടിയോ എൻ്റേതല്ലേ. എൻ്റെ പൂന്തോട്ടം, എൻ്റെ മീൻ വളർത്തുന്ന കുളം, ഇതൊന്നും എൻ്റേതല്ലേ എന്ന് ഇങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, ये सब मेरा नहीं है ऐसा सोचकर वह बहुत दुखी होगा. അപ്പൊ ഇതെല്ലാം ആലോചിച്ച് എന്ത് ചെയ്യാണ്, വളരെ വിഷമിച്ചാണ് ആരിയ്ക്കുന്നത്, ഗുഡ്ലി ഉസ് सीटियों पर बैठ जाती है, उदास होकर बैठ जाती. അങ്ങനെ വിഷമിച്ച് ഇരിക്കുക. देखिए आगे क्या होते हैं. इतने में माँ उसे ढूंढती वहां आ पहुंची. गुडली को उदास देख गले लगाकर बोली, बेटा बुआ की बात का बुरा मत मान और जो कल होना है उसे लेकर आज क्यों परेशान होना. ये दिन फिर लौट के नहीं आने वाले हैं, इन्हें जी भर के जी लो. माम की बातों से गुडली और भी हताश हो गई. लगा जैसे उसके पैरों के नीचे से जमीन खींच ली गई हो. हाँ देखो हमारी गुडली अब कहाँ पर बैठी है. देखो कहाँ पर है. हाँ सीटियों पर. गुडली എവിടെ ഇരിക്കുക, അങ്ങ് ഗോവണിപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉസ്കാ ഹാൽ കൈസാ ഹെ, എന്തവസ്ഥയാ. हाँ बताओ. ഉദാസ് ഹെ और ക്രുദ്ധുഫി ഹെ. ഭയങ്കര ദേഷ്യമുണ്ട് സങ്കടമുണ്ട് അല്ലേ. ദേഷ്യവും സങ്കടമൊക്കെ കൊണ്ട് ഉദാസ് ഹോക്കർ सीटियों पर बैठती है. അങ്ങനെ ആ പടിയിൽ, ആ ഗോവണിപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുക. तो माँ क्या करती है, उसे ढूंढती ढूंढती वहां पर आती है. എന്താ, ചില സമയത്തൊക്കെ നമ്മളെ കാണാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അമ്മ നമ്മളെ കുറേ പ്രാവശ്യം വിളിക്കുമല്ലേ. വിളിച്ച് അന്വേഷിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെത്തും. അതുപോലെ കുറേ സമയമായിട്ടും ഗുഡ്ലിയെ കാണാത്തത് കൊണ്ട് ഗുഡ്ലിയുടെ അമ്മ എന്ത് ചെയ്തു, ഉസേ ढूंढती ढूंढती वहां पर आई. അവിടെ അന്വേഷിച്ച് വന്നപ്പോഴോ ഗുഡ്ലി कहाँ पर बैठी है. ആ ये सीटियों पर उदास होकर बैठी. അപ്പൊ എന്ത് ചെയ്യാണ്, വളരെ വിഷമിച്ച് സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാരെന്ത് ചെയ്യും, ചില സമയത്ത് എന്ത് ചെയ്യും, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കും അല്ലേ. അതുപോലെ തന്നെ ഗുഡ്ലിയുടെ അമ്മ എന്ത് ചെയ്തു, ഉസെ ഗലേസി ലഗായ. ഗലേസി ലഗാന, എന്താ ഗലേസി ലഗാന എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യും. വന്ന് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നത് എന്താ, ദേഖോ ഇസി ബാത് പർ തും പരേശാൻ ഹോ ഗയി ഹേ. ബുവ പറഞ്ഞ ഈ കാര്യത്തിലാണോ നീ വിഷമിച്ചിരിക്കുന്നത്. കൽ ജോ ഹോനാ ഹേ ഉസേ സോച്ച്കർ ആജ് ഉദാസ് ഹോ ജാത്തി ഹേ. കൽ ജോ ഹോനാ ഹേ, നാളെ സംഭവിക്കേണ്ട കാര്യമാണല്ലേ. നാളെ എന്തെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ട് ആജ് തും ഉദാസ് ക്യോ ഹോ, ആജ് തും പരേശാൻ ക്യോ ഹോ, ഇന്നെന്തിനാ വിഷമിച്ചിരിക്കുന്നേ. ആജ് കാ ദിൻ കഭി നഹി വാപ്പസ് ആയേഗ, ആജ് जी पर जियो. तो इंदा तुम्हारा बचपन है, तुम बच्चा है. आज का दिन तुम्हारे खेलने का, मस्ती करने का और खुश रहने का वक्त है. എന്താ പറഞ്ഞേ, ഇന്നത്തെ ദിവസം ആജ് കാ ദിൻ തും जी भर के जियो. जी भर के जीना മനസ്സറിഞ്ഞ് നല്ല സന്തോഷത്തോടെ ജീവിക്കാം. ഈ വക്ത് ബാദ് മേ നഹി ആയേഗ, ഈ സമയം. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല അല്ലേ, ഇന്ന് കഴിഞ്ഞ് പോകുന്നതാ. അതാണ് ഗുഡ്ലിയുടെ അമ്മയും പറഞ്ഞത്, ആദ്യത്തും जी भर के जियो. ഇന്ന് നീ എന്ത് ചെയ്യുക, നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ബാദ് മേ ജോ ഹോനാ ഹേ, പിന്നീട് എന്താണ് വരുന്നത്, ഉസ്കേ ബാരെ മേ സോച്ച്കർ പരേശാൻ ക്യോ ഹോ രഹി ഹേ.
പിന്നെ എന്തോ വന്നോട്ടെ, നാളെ എന്താവും എന്ന് ചിന്തിച്ച് എന്തിനാണ് വിഷമിക്കുന്നത്? माँ की ये बातें सुनकर गुडली और भी हताश हो गई. അപ്പൊ അമ്മ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്താ പറഞ്ഞേ? ഗുഡ്ലി और भी हताश हो गई. അവൾക്ക് വീണ്ടും നിരാശ തോന്നി. ഹതാശ് പറഞ്ഞാൽ നിരാശ തോന്നി. അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. उसे सोचा അല്ലെങ്കിൽ उसे लगा कि उसके पैरों के नीचे से जमीन फिसल रहा है, जमीन जा रहा है. എന്താ പറഞ്ഞേ? ഗുഡ്ലി ആലോചിക്കുക. അപ്പോൾ ഈ അമ്മ വീണ്ടും ഇത് തന്നെ പറയുക, ബുവ പറഞ്ഞ കാര്യങ്ങൾ നാളെ നടക്കുന്നതാണ്. അപ്പം നാളെ ഈ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു ചിന്ത വന്നപ്പോൾ ഗുഡ്ലിക്ക് വീണ്ടും വിഷമമായി. അപ്പം ഗുഡ്ലി പറയുന്നത് എന്താണ്? ഉസ്കോ ലഗാ कि उसके पैरों के नीचे जमीन फिसल रहा. അവൾ പറയും, നമ്മൾ സാധാരണ പറയുന്നത് കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുക, നമ്മൾ തന്നെ ഇല്ലാതാവുക. മണ്ണ് ഒലിച്ചു പോകുന്ന വെച്ചാൽ നമ്മൾ മണ്ണിലേക്ക് താഴ്ന്നു പോവുക. അപ്പോൾ പുള്ളി വിചാരിക്കുകയാണ്, അപ്പോൾ എന്താണ്, ഞാൻ തന്നെ ഇല്ലാതായി പോകുന്നു പറഞ്ഞാൽ അവൾക്ക് അത്രയ്ക്ക് അങ്ങ് സങ്കടം തോന്നി. അതിനാണ് പറഞ്ഞത് സെമീൻ പൈരോങ്കെ നിശ്ചേ സെമീൻ നിക്കൽ ജാന, കാലിൻ്റെ അടിയിലെ മണ്ണ് ഇളകിപ്പോവുക അല്ലെങ്കിൽ മണ്ണ് ഒലിച്ചു പോകും. അപ്പോൾ ഇतना वो बहुत दुखी हो गए. ഇത്രയ്ക്ക് അവൾക്ക് സങ്കടമാണ്. तो देखिए आज की कक्षा में हम क्या क्या पढ़े. आज हम किसके बारे में पढ़ा? हाँ, गुडली के बारे में. गुडली कौन थी? हाँ, गुडली 14 साल की एक छोटी सी लड़की थी. उसे क्या पसंद था, क्या पसंद नहीं था? बुआ से बातें करना पसंद था. किसके बारे में बातें करना? उसकी बचपना या खाने पीने के बारे में बात करना बहुत पसंद था. लेकिन कुछ बात गुडली को पसंद नहीं थी. कौन सी बात? हाँ, उसी नसीहतें, അവരുടെ ഉപദേശങ്ങൾ അല്ലേ. ബുവയെ ഇഷ്ടമാണ്, ബുവയുടെ വർത്താനമൊക്കെ പറയാം, പക്ഷെ ബുവയുടെ ഉപദേശങ്ങൾ ഇഷ്ടമില്ല. बुआ ने उससे क्या कहा? ऐसे हटपट से न चलना, ऊंची ऊंची आवाज में बातें मत करना. तो गुडली पूछा, क्यों ऐसा मैं क्यों नहीं कर सकता? तो उसने कहा, ये सब तुम अपने घर जाकर कर सकती. वो बात उसे बहुत अधिक चाहूंगी. अपना घर तो यही है मेरा घर, मैं यहीं पर पैदा हुई थी, मेरा पालन पोषण यहीं भी हुआ था, मेरे माँ बाप यहीं पर है, यही है मेरा घर. तो बुआ जी ने उससे कहा, तुम दूसरी लड़कियों की तरह पराये घर की है, तुम तो दूसरों की अमानत. എൻ്റെ വീടല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അത് ഒന്ന് സ്പഷ്ടമാക്കാനാണ് ബുവാജി പറഞ്ഞത്, ഞാനും ഈ വീട്ടിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ, പക്ഷെ ഇപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് എന്താണ്? ആ തുമാരി ഫുഫാജി കാ ഘർ, നിന്റെ വലിയ അമ്മാവൻ്റെ വീടാണ് ഇപ്പം എൻ്റെ വീട്. ലടിക്കാൻ തോ പരായി ഘർ. तो उसे बहुत दुख हुआ. उसने कहा, मैं नहीं मानती. എന്താ പറഞ്ഞേ? ഞാൻ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിച്ചു തരില്ല. वो बहुत उदास हो गए. तो बुआ जी ने उससे कहा, 14 साल की हो गई, अब फिर ये सब कुछ समझ में नहीं आती चोरी को. എന്താ പറയുക, 14 വയസ്സായി, ഇതുവരെയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി. तो उसकी माफी बुआ को साथ लेकर कहा, बचपना है, बाद में समझ जाएगी. എന്താ പറഞ്ഞേ? ഗുഡ്ലിയെ സപ്പോർട്ട് ചെയ്യാതെ അമ്മായിയോട് ചേർന്ന് അവരും പറഞ്ഞു, എന്താണ്, കുട്ടിയാണ്, വളരുമ്പോൾ അതൊക്കെ മാറിക്കും. ये सब सुनते ही गुडली को बहुत दुख हुआ, बहुत उदास हुआ, और वह वहां से चलकर सीढ़ियों पर उदास होकर बैठ गई और सोचने लगी. क्या क्या सोचा उसने? गुडली ने क्या क्या सोचा? क्या यही मेरा घर नहीं है? അവളെ ഭയങ്കര സങ്കടമായല്ലേ, ഇതെൻ്റെ വീടല്ലേ. और क्या बताया? ये आम की क्यारियां मैं कभी नहीं खा सकता. എൻ്റെ തോട്ടത്തിലുള്ള കണ്ണിമാങ്ങകളോ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ മാങ്ങയൊക്കെ പൊടിച്ച് കഴിക്കില്ലേ, അതാ കണ്ണിമാങ്ങ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ മാങ്ങ. അപ്പോൾ ആ ചെറിയ മാങ്ങയൊന്നും എനിക്കിനി കഴിക്കാൻ പറ്റില്ലേ. മേരി കുത്ത നാനു ബോഫി മേര നഹി. അവർക്ക് എന്താ, നമുക്കൊക്കെ ചെറിയ പട്ടിയെ പൂച്ചയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടല്ലേ, അതുപോലെ അവളുടെ പ്രിയപ്പെട്ട പട്ടിയാണ് നാനു. അതും ആലോചിക്കുക, അയ്യോ അപ്പോൾ ആ നാനു ഇനി എൻ്റേതല്ലേ. ഓർ മേരി ബഗീച്ചോങ്കി ക്യാരിയ, ഞാൻ നട്ടു വളർത്തിയ പൂന്തോട്ടത്തിലെ ആ തടങ്ങളെടുത്ത് വളർത്തിയ ചെടികൾ. और मेरी मछली के तालाब, और मछली बनाने के लिए और मछली पालने के लिए मैंने जो तालाब बनाई वो भी मेरे नहीं.
അപ്പൊ അവൾക്ക് ആകെ സങ്കടം, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ, എന്നിട്ട് ഇതൊന്നും എൻ്റെ അല്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചു. इससे संबंधित तुम्हें वर्कशीट भी देते हैं, तुम लोग ये सारे के सारे वर्कशीट पूरा करके अपने टीचर को भेज दें. बच्चों, आज की कक्षा समाप्त करें. सबको धन्यवाद.